ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് കണ്ണടച്ച് നേരം പുലർന്നപ്പോഴേക്കും നാം എല്ലാം കേട്ടത് ഒരു വലിയ ദുരന്ത വാർത്തയായിരുന്നു. വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ. ആ ഒരു ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞു പോയത് നിരവധി പേരാണ്. 200-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഉറ്റവരും ഉടയവരും കൺമുന്നിൽ നിന്നും നഷ്ടമായപ്പോൾ നോക്കി നിൽക്കേണ്ടി വന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു അവിടെ. പ്രതീക്ഷകൾ കൈവിട്ട ഇനി അവരുടെ ജീവിതം എന്താകും? വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ജൂലൈ 30 ഏകദേശം 1 മണിയോടുകൂടിയാണ് വലിയൊരു ശബ്ദത്തോടുകൂടി ആ ഒരു ദുരന്തം സംഭവിച്ചത്. വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയത്ത് നിന്നും 3-4 കിലോമീറ്റർ അകലെ നിന്നുള്ള ചൂരൽ മലയിൽ നിന്നുമായിരുന്നു ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവം. പിന്നീട് അത് വലിയൊരു ശബ്ദത്തോടു കൂടിയും പാറക്കഷ്ണങ്ങളോടു കൂടിയും മുണ്ടക്കയം എന്ന ഗ്രാമത്തെ നാമാവശേഷമാക്കുകയായിരുന്നു. ഒരു ദുരന്തഭൂമിയായി വയനാട് പിന്നീട് മാറി. കാണാക്കയങ്ങളിൽ ഒഴുകി മറഞ്ഞുപോയ പ്രിയപ്പെട്ടവർ, ഒരുപാട് പ്രതീക്ഷകളോടെ കെട്ടിപ്പടുത്തുയർത്തിയ വീടുകൾ നഷ്ടപ്പെട്ട് ചിലർ, ഉറ്റവരെയും ഉടയവരെയും കാണാതെ വേദനിക്കുന്നവർ വേറെ. ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുമുണ്ട്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ഒരു കൈത്താങ്ങായി നമുക്ക് മാറാം. അവനവനാൽ കഴിയുന്ന ഒരു സഹായം നേരിട്ടോ വേറെ ഏതെങ്കിലും വഴിയോ എത്തിച്ചു നൽകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. കേരളം ഇനിയൊരു ദുരന്തഭൂമിയായി മാറാതിരിക്കാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.